നമുക്കാർക്കും തോൽവി ഇഷ്ടമല്ല. എന്നിരുന്നാലും പല സമയങ്ങളിലും പരാജയം നാം അനുഭവിക്കാറുണ്ട്. ജീവിതയാത്രയിൽ പരാജയം തുടർച്ചയായി കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല എന്ന ചിന്ത കടന്നു വന്നേക്കാം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ എല്ലായ്പ്പോഴും പരാജയം കടന്നു വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്കുള്ളതാ. നാളെ കടന്നു വരാൻ പോകുന്ന ഈ സാഹചര്യത്തെ ഞാൻ എങ്ങനെ നേരിടും എന്ന ചിന്തകൾ നിങ്ങളുടെ ഉറക്കം കളയുന്നെങ്കിൽ, ഭാവിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ തളർത്തുന്നെങ്കിൽ, ആ ഡോക്ടറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നെങ്കിൽ, ജീവിതം പെട്ടെന്ന് ഇരുട്ടിലായതുപോലെ തോന്നാൻ തുടങ്ങുന്നെങ്കിൽ, പ്രിയദൈവത്തിലെ ഇതിൽ നിന്ന് നിങ്ങളെ പുറത്തു വരുവാൻ സഹായിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നല്ല സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് കടന്നു വന്ന ഈ വിഷമ സാഹചര്യത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ പലരും കണ്ടില്ല എന്ന് നടിച്ച് മുഖം തിരിച്ച് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരുപക്ഷെ വിഷമം കടന്നു വന്നേക്കാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരൊക്കെ നിങ്ങളെ വിട്ടിട്ട് കടന്നു പോയാലും ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും, അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട് പേർ ചൊല്ലി വിളിച്ച് നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഈ ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, നിങ്ങളെ തനിച്ചാക്കുകയില്ല. അതേ പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് ഈ ദൈവം ആഗ്രഹിക്കുന്നു. ജീവിതയാത്രയിൽ മുന്നിൽ കടന്നു വരുന്ന ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ഭയപ്പെട്ട് പേടിച്ചു പോകാതെ നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുവാൻ തുടങ്ങണം, ഈ ജീവിതയാത്രയിൽ ഞാൻ തനിച്ചല്ല, എന്റെ കരം പിടിച്ച് എന്റെ യേശു എന്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങണം. ദാവീദ് തന്റെ ജീവിതകാലങ്ങളിൽ പലപ്പോഴും ഭീഷണിയുടെ നടുവിലും ഒറ്റപ്പെടലിന്റെ നടുവിലുമാകുമ്പോഴും ദാവീദ് തന്നോട് തന്നെ പറയുന്ന ഭാഗം, എൻ മനമേ സ്വസ്ഥമായിരിക്ക എന്ന് ദാവീദ് തന്നോട് തന്നെ പറയുന്ന പല സാഹചര്യങ്ങളും നമുക്ക് സങ്കീർത്തനങ്ങളിൽ കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നെഞ്ചത്ത് കരം വെച്ച് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം, ഹേയ് ബിനോയ്, ഭാരപ്പെടേണ്ട, യേശു ഉണ്ട് കൂടെ. അതെ, ഈ ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. സകലത്തിന്റെ മേലും ജയാളിയായ യേശു കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരു ജയാളിയായി മാറും. നിങ്ങൾക്കെതിരെ നടന്ന അനീതികൾ പലതും നമ്മുടെ പോരായ്മയുടെ ഫലമാണ് എന്ന് പറയുന്നതിന് മുമ്പേ അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചു തീർക്കണമെന്ന് കൂടെയുള്ളവർ പറയുമ്പോൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഏത് സാഹചര്യങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവമുണ്ട്. ഈ ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വിശ്വസിക്കുന്നവർ അനുഭവിച്ചറിയുമെന്ന്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള സാഹചര്യങ്ങളെ മാറ്റുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതം എന്നത് ഒരു യുദ്ധക്കളത്തിൽ തന്നെയാണ്. എന്നാൽ യേശു കൂടെ ഉള്ളപ്പോ ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരായിട്ടല്ല, മറിച്ച് യുദ്ധക്കളത്തിൽ ജയം നേടുന്നവരായി നാം മാറുക തന്നെ ചെയ്യും. ലോകം മാറി നിന്ന് പറയും, അത് അവന്റെ കയ്യിലിരിപ്പ്, അത് അവളുടെ കയ്യിലിരിപ്പാണെന്ന്. എന്നാൽ സത്യം അറിയുന്ന ഒരു ദൈവം നിന്നോട് ചേർന്ന് നിന്ന് പറയുകയാ, ഇല്ല, ഈ സാഹചര്യങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും, നിന്നെ ഞാൻ ഒരു മാനപാത്രമാക്കി മാറ്റും. പല വിഷയങ്ങളുടെ നടുവിലും നാം തനിച്ചാണ് എന്ന ചിന്ത നമ്മെ ഭയപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവമുണ്ടെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം 57-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ തന്റെ അനുഭവത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത്, പ്രിയ ദൈവത്തിലെ എല്ലാം തീർന്നു, നീ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കണം എന്ന് പറയുന്ന ഇടത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം കടന്നു വന്നിട്ട് പറയുകയാ, നിനക്കൊരു ജയമുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. ഈ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് ഈ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ ജയം ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് നമ്മോട് കൂടെയുള്ള യേശുവിന്റെ നാമത്തിലാ അത് സംഭവിക്കുന്നത്. നമ്മുടെ കഴിവിൽ നിന്നോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പ്രയത്നങ്ങളിൽ നിന്നോ നമുക്ക് നേടുവാൻ കഴിയാത്ത പലതും ഈ ദൈവം നമുക്ക് വേണ്ടി ചെയ്തെടുക്കുന്നത് യേശുവിനോട് കൂടെയുള്ള ജീവിതയാത്രയിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. വിജയം എന്നത് ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്ന ഒരു ദാനമാണ്. ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവത്തോട് ചേർന്നിരിപ്പാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ വിജയം അനുഭവിക്കുക തന്നെ ചെയ്യും. യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇത്രയും നാൾ നിങ്ങൾ വലിയത് എന്ന് കരുതിയ പല വിഷയങ്ങളും ഒന്നുമില്ല എന്ന് തിരിച്ചറിയുവാൻ കഴിയും. ശത്രുവിന്റെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളത് അനുഭവിക്കുവാൻ പോകുകയാണ്. നിങ്ങളെ തീർത്തു കളവാൻ, ഒരു വിധത്തിലും നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കാൻ ശത്രുവായവൻ അവന്റെ സകല ശക്തി ഉപയോഗിച്ച് ശ്രമിച്ചാലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്ന യേശു കൂടെ
നാളുള്ളിടത്തോളം കാലം ഒരു ശത്രുവിനും നിങ്ങളെ തടയാൻ പറ്റുകയില്ല. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യും. ഇന്ന് നമ്മിലുള്ള ആശ്രയം നമുക്കൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മെ വിജയാളിയാക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ അപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? സകല വഴികളും അടഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് ശത്രുവായവൻ പറയുമ്പോഴും അവന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ തന്നെ കേൾക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ പറഞ്ഞേ, എന്റെ യേശു എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരും. നിങ്ങൾ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പറയുന്നെങ്കിൽ അത് സംഭവിക്കുകയാണ്. അതെ, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും. നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ കാണുന്ന, ആ നിറഞ്ഞ കണ്ണ് കാണുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ടാ ഇത്ര വ്യക്തമായി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. അതെ, നഷ്ടപ്പെട്ടു പോകാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തു പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചതും വിശ്വസിച്ചതുമായ എല്ലാവരും നമ്മുടെ മരണത്തോടെ നമ്മെ വിട്ടുപിരിയുമ്പോഴും നമ്മെ പിരിയാതെ നിത്യതയിലും ചേർന്ന് വസിക്കുന്ന ഈ ദൈവത്തോട് ചേർന്ന് ഇന്ന് നാം ആയിരിക്കണമെന്ന ദൈവത്തിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ നിറഞ്ഞ കണ്ണൊന്ന് തുടയ്ക്കണം. എന്നിട്ട് പറയണം, ഇല്ല, ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ മുന്നോട്ട് പോകും. എന്റെ യേശു എന്നെ ശക്തീകരിക്കും. എന്റെ പ്രാർത്ഥനകളുടെ മറുപടി ഈ ദിവസങ്ങളിൽ ഞാൻ കാണും. എന്റെ തലമുറയുടെ അനുഗ്രഹം ഞാൻ കാണുമെന്നൊന്ന് പറയാം. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ അത് സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഒരു സമർപ്പണത്തോടെ ദൈവത്തിന് മുമ്പാകെ അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാണോ? യേശുവേ, എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സകല സാധ്യതകളും അസ്തമിച്ചു പോയി എന്നല്ലേ നിങ്ങൾ പറയുന്നത്? പരാജയത്തിന്റെ ഭീഷണിയല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും? എന്നാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവവചനം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന്റെ ജീവിത മേഖലകളെ അങ്ങ് കാണുന്നു. എല്ലാവരും കൈവിടുമ്പോഴും കൈവിടാത്ത നാഥന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയട്ടെ. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു എന്ന് ദേശം അറിയത്തക്ക വിധത്തിൽ ഇവരുടെ ജീവിത മേഖലകളിൽ മാറ്റം സംഭവിക്കട്ടെ. സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിമിഷം തന്നെ ജനം അനുഭവിച്ചറിയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മാനവമഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, യേശു നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. കരം പിടിച്ച് കർത്തൻ കൂടെയുള്ളത് കൊണ്ട് ജയം നിങ്ങളുടെ അവകാശം. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.